അക്കൗണ്ട് റിസീവബിൾ. അക്കൗണ്ട്സ് റിസീവബിൾ AR എന്നത് ഒരു ബിസിനസ് അതിന്റെ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ കടമായി നൽകിയതിനു ശേഷം ലഭിക്കാനുള്ള പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഉപഭോക്താക്കൾ ഇനിയും നൽകാനുള്ള തുകയാണിത്. ഇതൊരു നിലവിലെ ആസ്തി, കറന്റ് ആസറ്റായി ബാലൻസ് ഷീറ്റ് രേഖപ്പെടുത്തുന്നു. കാരണം ഈ പണം സാധാരണയായി ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാന വിവരങ്ങൾ. നിർവചനം, ഡെഫിനിഷൻ. ഒരു ബിസിനസ് അതിന്റെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വിറ്റഴിച്ചു കഴിഞ്ഞിട്ടും അതിന്റെ പേയ്മെന്റ് ലഭിക്കാനുള്ള തുകയെയാണ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത്. ഇത് സാധാരണയായി ക്രെഡിറ്റ് വിൽപ്പനയുടെ ക്രെഡിറ്റ് സെയിൽസ് ഫലമാണ്. പ്രധാന ലക്ഷ്യം, മെയിൻ പർപ്പസ്. ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം അളക്കുന്നതിൽ ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. അക്കൗണ്ട് റിസീവബിൾ ഒരു കമ്പനിയുടെ പണത്തിന്റെ ഒഴുക്കിനെ ക്യാഷ് ഫ്ലോ നേരിട്ട് ബാധിക്കുന്നു. കാരണം ഇത് പിന്നീട് പണമായി മാറുന്ന ഒരു ആസ്തിയാണ്. അക്കൗണ്ട് റിസീവബിൾ ഒരു അസറ്റ് അക്കൗണ്ടാണ്. ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോഴോ സേവനങ്ങൾ നൽകുമ്പോഴോ കടം നൽകുകയാണെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ കൂടും. ഉപഭോക്താക്കൾ പണം നൽകുമ്പോൾ അക്കൗണ്ട് റിസീവബിൾ കുറയും. ഒരു കമ്പനിയുടെ സാമ്പത്തിക റിപ്പോർട്ടുകളിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇത് പ്രധാനമായും ബാലൻസ് ഷീറ്റിൽ കാണാൻ സാധിക്കും. പ്രാധാന്യം, ഇമ്പോർട്ടൻസ്. പണമൊഴുക്ക്, ക്യാഷ് ഫ്ലോ. അക്കൗണ്ട് റിസീവബിൾ വേഗത്തിൽ ശേഖരിക്കുന്നത് കമ്പനിയുടെ പണമൊഴുക്ക് മെച്ചപ്പെടുത്തുന്നു. വളർച്ച, ഗ്രോത്ത്. ക്രെഡിറ്റ് സൗകര്യങ്ങൾ നൽകുമ്പോൾ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിൽപ്പന വർദ്ധിപ്പിക്കാനും സാധിക്കും. റിസ്ക് മാനേജ്മെന്റ്. കിട്ടാക്കടം, ബാഡ് ഡെബ്റ്റ്സ് ഒഴിവാക്കാൻ അക്കൗണ്ട് റിസീവബിൾ നന്നായി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ധനകാര്യ വിശകലനം, ഫൈനാൻഷ്യൽ അനാലിസിസ്. അക്കൗണ്ട്സ് റിസീവബിൾ ടേൺഓവർ റേഷ്യോ പോലുള്ള സാമ്പത്തിക അനുപാതങ്ങൾ ഉപയോഗിച്ച് ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് ശേഖരണ കാര്യക്ഷമത മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഹൗ ഇറ്റ് വർക്ക്സ്. ഒരു കമ്പനി ഒരു ഉപഭോക്താവിന് 10,000 രൂപയുടെ സാധനം വിൽക്കുന്നു. പേയ്മെന്റ് 30 ദിവസത്തിനുള്ളിൽ നൽകാം എന്ന് സമ്മതിക്കുന്നു. ഈ സാഹചര്യത്തിൽ കമ്പനിക്ക് 10,000 രൂപ അക്കൗണ്ട് റിസീവബിൾ ആയിരിക്കും. 30 ദിവസത്തിനു ശേഷം ഉപഭോക്താവ് പണം നൽകുമ്പോൾ ആ അക്കൗണ്ട് റിസീവബിൾ ഇല്ലാതാവുകയോ പണമായി മാറുകയോ ചെയ്യും. ചുരുക്കത്തിൽ, അക്കൗണ്ട് റിസീവബിൾ എന്നത് ഒരു ബിസിനസ്സിന് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കാനുള്ള പണമാണ്. ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു കമ്പനിയുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്.